കോഴിക്കോട് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ച് KMCC കുടുംബ സംഗമം. ലീഗ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നാണ് സംഗമം നടത്തുന്നത്. പങ്കെടുക്കുന്നവരുടെ മെമ്പർഷിപ്പ് റദ്ദാക്കിയാൽ ലീഗ് ഇല്ലാതാകുമെന്നാണ് വെല്ലുവിളി. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് വളരെ സ്നേഹത്തോടെ ചെറിയ ഉപദേശം കൊടുക്കാനുള്ളത്, നിങ്ങൾ ആദ്യം വന്നിട്ട് തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് ഇവിടെ കമ്മിറ്റി ഉണ്ടോ, ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടോ, തിരുവമ്പാടിയിൽ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്തിയിട്ട് വേണം നിങ്ങൾ ഞങ്ങളെ തിരുത്താൻ എന്നുള്ളൊരു മുന്നറിയിപ്പാണ് എനിക്ക് അവരോട് കൊടുക്കാനുള്ളത്. എന്ന് വെച്ചിട്ട് ഇനിയിപ്പോ നാളെ നമ്മുടെ മെമ്പർഷിപ്പ് ഇരിക്കുന്ന ആളുകളുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് വേരോടെ ഇല്ലാതെയാവും. മുസ്ലിം ലീഗ് വേരോടെ ഇല്ലാതെയാവും. അതുപോലുള്ള നിലയാണ് ഈ ഇരിക്കുന്നത്. റിയാസ് KMR ഉണ്ട് വിശദാംശങ്ങളുമായി. റിയാസ്, എന്താണ് ഈ വെല്ലുവിളിക്ക് പിന്നിലെ ചേതോവികാരം? കാളിദാസ്, മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തമായ പോഷക ഘടകങ്ങളിൽ ഒന്നാണ് KMCC എന്ന് പറയുന്നത്. അതായത് പ്രവാസ ലോകത്ത് ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന കേരളീയരായിട്ടുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് KMCC, കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്ന പേരിൽ അവർ KMCC വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തമായ ഘടകമാണ്. മുസ്ലിം ലീഗിന് ഒരു ധനസമാഹരണമൊക്കെ ആവശ്യമായി വരുന്ന സമയത്ത് KMCCയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അത് മുസ്ലിം ലീഗിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന്റെ പല ഘട്ടങ്ങളിൽ ഒരു ആവശ്യം വരുമ്പോൾ, പ്രളയകാലത്ത് അല്ലെങ്കിൽ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോഴൊക്കെ സഹായഹസ്തം നീട്ടിയത് KMCC പ്രവർത്തകരടക്കമുള്ള പ്രവാസി സമൂഹമാണ്. അതിന്റെ തിരുവമ്പാടി പഞ്ചായത്ത് തല GCC KMCC, അതായത് GCC എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ കൂട്ടായ്മയാണ്. KMCCയുടെ എല്ലാ തലങ്ങളിലുമുള്ള കൂട്ടായ്മയാണ് GCC KMCC. അവരുടെ തിരുവമ്പാടി പഞ്ചായത്ത് തല സംഗമമാണ് നടത്തരുത് എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം, പ്രാദേശിക നേതൃത്വം മുന്നറിയിപ്പ് നൽകിയതാണ്. ആ പ്രാദേശിക നേതൃത്വത്തിന്റെ ആ വിലക്കിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ GCC KMCCയുടെ ഒരു സംഗമം അവിടെ നടന്നത്. മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിൽ സംസാരിച്ച, ഇപ്പോൾ നമ്മൾ കേട്ട സംസാരം എന്ന് പറയുന്നത് തിരുവമ്പാടി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സാഫിർ ദാരിമിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇതിൽ പങ്കെടുത്തതിന്റെ പേരിൽ മെമ്പർഷിപ്പ് ഇല്ലാതാക്കാൻ നോക്കിയാൽ, മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് റദ്ദാക്കി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് തന്നെ ഇല്ലാതാകുന്ന, വേരോട്ടം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം വരുമെന്നൊരു വെല്ലുവിളി കൂടി മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുകയാണ്. ഇത് പ്രാദേശികമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ അത് മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തമായ ഘടകമാണ് KMCC എന്ന് പറയുന്നത്. ആ KMCCയുടെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് നേതൃത്വത്തെ തന്നെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള, അവിടെ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് അടക്കമുള്ള നേതാക്കളാണ്, മുസ്ലിം ലീഗിന്റെ സന്നദ്ധരായിട്ടുള്ള നേതാക്കൾ അവിടെ നിന്നുണ്ട്. അവരെയൊക്കെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്. അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ വിലക്ക് പോലും ലംഘിച്ച് ഇപ്പോൾ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവമ്പാടിയിൽ. ആ പരിപാടിയിൽ വലിയ പങ്കാളിത്തം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഉദ്ഘാടനം ചെയ്തത് അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മെമ്പറും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ അബ്ദുറഹ്മാനാണ്. അബ്ദുറഹ്മാൻ അല്പം മുൻപ് പ്രസംഗിച്ചത്, ഇങ്ങനെ പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താകുമെന്ന് നേതാക്കൾ ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് നേതാക്കൾക്ക് അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനുണ്ട്. തിരുവമ്പാടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന, UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. മുസ്ലിം ലീഗിലെ UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ച് ഒരുപാട് സാധ്യതകളുള്ള ഇടമാണ്. വയനാട് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട UDFന്റെ ശക്തി കേന്ദ്രമാണ്. തിരുവമ്പാടി മണ്ഡലം ഉൾപ്പെടെ UDFന്റെ ഒരു ശക്തി. ഇപ്പോൾ LDFന്റെ MLA ആണെങ്കിൽ കൂടിയും UDFന് ജയസാധ്യതയുള്ള, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഇടമാണ്. അവിടെയാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് KMCCയുടെ GCC KMCCയുടെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നു. അതിൽ വലിയ പങ്കാളിത്തം ഉണ്ടാകുന്നു. ആ പങ്കാളിത്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KMCCക്ക് വേണ്ടി സംസാരിക്കുന്ന, ഈ GCC KMCCയുടെ തിരുവമ്പാടി പ്രാദേശിക ഘടകത്തിന് വേണ്ടി സംസാരിക്കുന്ന നേതാക്കൾ ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ലീഗ് നേതൃത്വത്തിന്റെ അവിടെ ലീഗ് തന്നെ വേരോടെ ഇല്ലാതാകുന്ന സാഹചര്യം വരുമെന്ന വെല്ലുവിളി ഉയർത്തുന്നത്. ഇതിനെതിരെ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലോ വരുന്ന മണിക്കൂറുകളിലോ ഒക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാളിദാസ്. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.